ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ടോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലഡോസ്കോപ്പിലെ ഇൻ ക്യോട്ടോ ആൻഡ് ദ ഓൾഡ് പോണ്ട് റിട്ടൺ ബൈ ബാഷോ എന്ന ഒരു പോയാണ്. ബാഷോൻ്റെ ഒറിജിനൽ നെയിം മത്സുവോ കിൻസാക്കു എന്നായിരുന്നു. അദ്ദേഹം ഒരു ജാപ്പനീസ് പോയറ്റാണ്. അദ്ദേഹം ഒരു ട്രാവലറാണ്. അതുപോലെ തന്നെ ജപ്പാനത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പേരാണ്, ഒരു പീരീഡിൻ്റെ പേരാണ് എഡോ പീരീഡ്. എഡോ എന്ന് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അതാണ് ഇന്നത്തെ ടോക്കിയോ ആയിട്ടുള്ളത്. അപ്പോൾ ഈ എഡോ പീരീഡ് 1603 to 1868 വരെയുള്ള ഒരു പീരീഡിനെയാണ് എഡോ പീരീഡ് എന്ന് പറയുക. ആ എഡോ പീരീഡിന് ജപ്പാനിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സമയമായിരുന്നു. കാരണം ആ സമയത്താണ് ജപ്പാൻ്റെ ഏറ്റവും നല്ലൊരു എക്കണോമിക്കലി നല്ല ഗ്രോത്ത് ഉള്ള ഒരു സമയമായിരുന്നു. അതേപോലെ തന്നെ സോഷ്യൽ ഓർഡേഴ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയ സമയമായിരുന്നു. പോപ്പുലേഷൻ സ്റ്റേബിൾ ആയ സമയമായിരുന്നു. നല്ല പീസ് ആയ സമയമായിരുന്നു. അതേപോലെ തന്നെ ആർട്സ്, കൾച്ചർ ഇതിൻ്റെയൊക്കെ എൻജോയ്മെൻറ്റ് കൂടുതലും തുടങ്ങി വെച്ചൊരു സമയമായിരുന്നു എഡോ പീരീഡ്. അപ്പോൾ ആ പീരീഡത്തെ ഒരു റൈറ്ററാണ് നമ്മുടെ ബാഷോ. പറഞ്ഞു ആ എഡോ ആണ് പണ്ടത്തെ സ്ഥലമായിരുന്നു. ആ എഡോ ആണ് ഇന്ന് ടോക്കിയോ എന്നറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം രണ്ട് തരത്തിലുള്ള ഫോം ഓഫ് പോയട്രിയുടെ മാസ്റ്ററായിരുന്നു. അതിലൊന്നാണ് ഹൈക്കൈനോ റെങ്ക, അതേപോലെ തന്നെ ഹൈക്യൂ പോയംസ്. അതുപോലെ അദ്ദേഹം സ്വന്തമായിട്ടൊരു പുതിയ പോയറ്റിക് ഫോം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഹൈബൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹൈബൺ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഫോം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹൈബ്രിഡ് ഫോമായിരുന്നു. ഹൈക്യൂ പോയംസിൻ്റെയും പ്രോസിൻ്റെയും ഒരു ഹൈബ്രിഡ് ഫോമാണ് ഹൈബൺ. ഇദ്ദേഹമാണ് ബാഷോ ആണ് ആദ്യമായിട്ട് ഈ ഒരു പോയറ്റിക് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പോയം ഇൻ ക്യോട്ടോ ആൻഡ് ദ ഓൾഡ് പോണ്ട്, ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ഹൈക്യൂ ഫോമിലാണ്. ഹൈക്യൂ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആകെ 3 ലൈൻസേ ഉണ്ടായിരിക്കൂ. ഫസ്റ്റ് ലൈൻസിൽ 5 സിലബിളും, സെക്കൻഡ് ലൈനിൽ 7 സിലബിളും, തേർഡ് ലൈനിൽ 5 സിലബിൾ, ഇങ്ങനെ 3 ലൈൻസുള്ള ഒരു കുഞ്ഞി പോയത്തിനെയാണ് ഹൈക്യൂ പോയം എന്ന് പറയുക. ഇതിൽ ഏറ്റവും കൂടുതലും പറഞ്ഞിട്ടുണ്ടാവുക ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ, അല്ലെങ്കിൽ ഒരു സീസണെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നേച്ചറിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസൊക്കെയാണ് കാണാറുള്ളത് സാധാരണ. അതുപോലെ 20th സെഞ്ച്വറിയിലെ പല റൈറ്റേഴ്സും ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് അവരുടെ പല ഇതിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരാണ് ജാക്ക് കരോക്ക് ആൻഡ് ഓൾസോ എസ്ര പൗണ്ട്, ബീറ്റ് ജനറേഷൻ പോയറ്റ്സ് ഒക്കെ. ബീറ്റ് ജനറേഷൻ പോയിൻറ്റ്സ് പറഞ്ഞു വെച്ചാൽ പോസ്റ്റ് മോഡേൺ ലിറ്റററി മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന റൈറ്റേഴ്സിനെയാണ് പറയുക. ന്യൂയോർക്കിൽ വേൾഡ് വാർ 2 ശേഷം ഉണ്ടായിരുന്ന റൈറ്റേഴ്സ്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ട്രഡീഷൻ കാര്യങ്ങൾ വിട്ടിട്ട് മോഡേൺ ടൈപ്പിലാണ് എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബാഷോനെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തത്. കാരണം അദ്ദേഹത്തിനും എന്തുണ്ടായിരുന്നു, അമേരിക്കൻ കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളായിരുന്നു ബാഷോ. അതുപോലെ ട്രഡീഷണൽ നരേറ്റീവ് എലമെൻറ്റ്സ് ഓഫ് നോവലിൻ്റെയും ഷോർട്ട് സ്റ്റോറീസിൻ്റെയും എല്ലാറ്റിൻ്റെയൊക്കെ ട്രഡീഷണലുള്ള ഒരു സ്റ്റൈല് വിട്ടിട്ട് മോഡേൺ ചിന്താഗതിയിൽ എഴുതാനാണ്, അല്ലെങ്കിൽ ഫോംസും എല്ലാം മാറ്റിയിട്ട് മോഡേൺ തരത്തിൽ എഴുതാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലത്തുള്ള റൈറ്റേഴ്സിനെ ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷനെ കുറിച്ചിട്ട് അങ്ങനത്തെ മോഡേൺ തീംസാണ് അദ്ദേഹത്തിന് എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ബീറ്റ് ജനറേഷൻ പോയറ്റ്സിനെയും ഇതുപോലെ എക്സ്ട്രാ പൗണ്ട്സ് അവയൊക്കെ ഇദ്ദേഹത്തിന് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു പോയത്തിലേക്ക് നടന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇൻ ക്യോട്ടോ ആൻഡ് ദ ഓൾഡ് പോണ്ട്, ഇതിൽ 2 പോയംസാണ് വരുന്നത്. ഫസ്റ്റ് പോയം ഇൻ ക്യോട്ടോ, സെക്കൻഡ് പോയം ദ ഓൾഡ് പോണ്ട്. ഇങ്ങനെ 2 പോയംസാണ്. ഓരോ പോയംസിലും 3 ലൈൻസ് ഈച്ചാണ്. അങ്ങനെ ടോട്ടൽ 6 ലൈൻസ് വരുന്നുണ്ട്. ഇൻ ക്യോട്ടോ, ഇതിൽ തന്നിട്ടുള്ള ഇൻ ക്യോട്ടോ എന്നുള്ള പോയം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ പോയറ്റായിട്ടുള്ള ജെയിൻ ഹിർഷ്ഫീൽഡാണ്. അതുപോലെ സെക്കൻഡ് പോയായിട്ടുള്ളത് ഓൾഡ് പോണ്ട്, അത് റോബർട്ട് ഹാസ് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ പോയറ്റാണ് ട്രാൻസ്ലേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ പോയം, അതായത് ആദ്യത്തെ 3 ലൈന് ഫസ്റ്റ് പോയാണ്, അതാണ് ഇൻ ക്യോട്ടോ. ഇൻ ക്യോട്ടോ പറഞ്ഞിട്ട് 3 ലൈൻസാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ ലൈൻസും ചെറുതാണെങ്കിലും അതിന് ഹിഡൻ ആയിട്ട് കുറേ മീനിങ് വരുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലൈനാണ് ഇൻ ക്യോട്ടോ. ഇൻ ക്യോട്ടോ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ പോയം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതായത് ആ പോയം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പോയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടാണ്. ക്യോട്ടോ എന്ന് പറഞ്ഞു വെച്ചാൽ അത് പണ്ടത്തെ
ഒരു ജപ്പാൻ്റെ ക്യാപിറ്റലായിരുന്നു. ഒരു 1000 വർഷങ്ങൾക്ക് 1000 ഇയേഴ്സിന് മുൻപുണ്ടായിരുന്ന ജപ്പാനിൻ്റെ ക്യാപിറ്റലായിരുന്നു ക്യോട്ടോ. ഒരു 794 ടു 1868 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന ജപ്പാൻ്റെ ക്യാപിറ്റലാണ് ക്യോട്ടോ. അപ്പോൾ ഈ ഒരു പോയം ലൊക്കേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പോയം പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടാണ്. അത് 1000 ഇയേഴ്സിന് മുന്നേ ജപ്പാനിൻ്റെ ഒരു ക്യാപിറ്റലായിരുന്നു. അതായത് ഏകദേശം 1794 ടു 1868 വരെയുള്ള കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ ക്യോട്ടോ അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടായിരുന്നു. കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ആ ഒരു രീതിയിലാണ് ഈ ക്യോട്ടോ ഏറ്റവും കൂടുതലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജാപ്പനീസ് ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും കൾച്ചറിൻ്റെയും ഒക്കെ ഒരു ബർത്ത് പ്ലേസ് ആയിട്ടാണ് ക്യോട്ടോനെ കാണുന്നത്. ഇതാണ് ഫസ്റ്റ് ലൈനിൻ്റെ മീനിങ് വരുന്നത്. സെക്കൻഡ് ലൈനാണ് ഹിയറിങ് ദ കുക്കു. ഇവിടെ കുക്കു എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു മൈഗ്രേറ്റീവ് ബേർഡാണ്. അപ്പോൾ ഇൻ ക്യോട്ടോനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഞാനൊരു സൗണ്ട് കേൾക്കുകയാണ്. അത് കുക്കുവിൻ്റെ സൗണ്ടാണ്, ഹിയറിങ് ദ കുക്കു. കുക്കു പറഞ്ഞു വെച്ചാൽ ഇവിടെ പറയുന്നത് കുക്കു ഒരു മൈഗ്രേറ്റീവ് ബേർഡാണ്. ഈ ഒരു ബേർഡ് ജപ്പാനിലേക്ക് വരണത് ഏത് സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസണിലാണ്. അതായത് ആ ബേർഡ് വരുന്നുണ്ടെന്ന് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസൺ വരുന്നുണ്ട്, അറൈവൽ ഓഫ് സ്പ്രിംഗ് സീസണിന് വേണ്ടിയിട്ടാണ് പറയണത്. ഇതിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ സെക്കൻഡ് ലൈനിൽ പറഞ്ഞ കുക്കു കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഈ കുക്കുവിൻ്റെ സോങ് അല്ലെങ്കിൽ കുക്കുവിനെ കേട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ സിമ്പിൾ ഓഫ് റിന്യൂവൽ ആൻഡ് ചേഞ്ച്. ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു റിന്യൂവൽ അല്ലെങ്കിൽ പുതിയൊരു സീസൺ വരിക, അതാണ് ഈ കുക്കുവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് ലൈന് പറയുന്നത് ഐ ലോങ് ഫോർ ക്യോട്ടോ. പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നൊസ്റ്റാൾജിയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതായത് ഞാൻ ഈ ഒരു ക്യോട്ടോന് വേണ്ടിയിട്ട് ഭയങ്കരമായി ലോങ്ങിങ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം അതായത് ഈ ഒരു ലൈനിൽ കൂടെ അദ്ദേഹത്തിന് എത്രത്തോളം ആ ഒരു പ്ലേസുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന് കാണിക്കാനാണ് ഈ ഒരു ലൈൻ യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ക്യോട്ടോ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്യോട്ടോനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പോയത്തിൽ പറയുന്നത്. ഫസ്റ്റ് പോയ 3 ലൈനുകൾ പക്ഷേ ഡീപ്പ് മീനിങ് ആണ് പറയുന്നത്. ക്യോട്ടോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ പ്രത്യേകത എന്താണ് ആ സ്ഥലങ്ങളിൽ അറിയണം, കുക്കുവിനെ എന്താണ് സിംബലൈസ് ചെയ്യണമെന്ന് അറിയണം. കാരണം അതൊരു സീസണിൻ്റെ വരവിനെയാണ് കാണിക്കുന്നത്, റിന്യൂവൽ റീബർത്ത് എന്നൊക്കെ പറയാം. പിന്നെ ഐ ലോങ് ഫോർ ക്യോട്ടോ, ആ ക്യോട്ടോ എന്നുള്ള സാധനത്തിന് എത്രത്തോളം അവർ ആ നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നുണ്ട് ആ ഒരു പേര് കേൾക്കുമ്പോൾ എന്നുള്ളതാണ് ഫസ്റ്റ് 3 ലൈൻസിൽ പറയുന്നത്. നെക്സ്റ്റ് പോയതിൻ്റെ ഫസ്റ്റ് ലൈനാണ് ദ ഓൾഡ് പോണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു ആൻഷ്യൻ പോണ്ട് ഉണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. ആ പോണ്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഒരു പീസായ ഒരു നല്ല ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ആരുടെയും ശല്യമില്ലാണ്ട് പീസായി നിൽക്കുന്ന ഒരു പോണ്ട്. ആ പോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ പോണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എ ഫ്രോഗ് ജംപ്സ് ഇൻ, ഒരു തവള വന്ന് ചാടുന്നുണ്ട്. അതിൽ തവള വന്ന് ചാടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് അതിലൊരു ചേഞ്ച് വരികയാണ്. പീസായി നിന്നിരുന്ന ആ പോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ പീസ്നെസ് ബ്രോക്ക് ആവുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ട്, ചാടുന്ന സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പീസ് ബ്രോക്ക് ചെയ്യുന്നുണ്ട്, ആ സൈലൻസും ബ്രോക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന അത്രയും നേരണ്ടായിരുന്ന സൈലൻസ് ബ്രോക്ക് ചെയ്യുന്നുണ്ട്. തേർഡ് പറയുന്നുണ്ട് സൗണ്ട് ഓഫ് എ വാട്ടർ. ആ ഒരു സൗണ്ട് ഓഫ് വാട്ടർ, ആ ചാടിയ സൗണ്ട് ഓഫ് വാട്ടറിലാണ് നമ്മുടെ ഈ പീസ് ചേഞ്ച് ആയത്, അതുപോലെ സൈലൻസ് ചേഞ്ച് ആയത്. പക്ഷെ അതെന്താണ്, ആ ഒരു സൗണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ സൗണ്ടായി തോന്നിയിരുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു സൗണ്ടിൽ നിന്നും നമുക്ക് എന്താണ് ഗൂസ് ബംസ് കിട്ടുന്ന രീതിയിലൊക്കെയായിരുന്നു. അത്രയും നല്ല ഒരു സൗണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ ഫ്രോഗ് ചാടിയപ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി ഇതിൻ്റെ ഡീപ്പ് മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദ ഓൾഡ് പോണ്ടിന്, ആൻഷ്യൻ പോണ്ടിനെ നമുക്ക് സിംബലൈസ് ചെയ്യാൻ പറ്റുന്നത് ജപ്പാനീസ് ട്രഡീഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു ബാഷോ എപ്പോഴും എന്താണ് ട്രഡീഷൻ മെത്തേഡ് മാറ്റിയിട്ട് മോഡേൺ മെത്തേഡിൽ എഴുതാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഓൾഡ് ആൻഷ്യൻ പോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷൻ, ജപ്പാനീസ് ട്രഡീഷനാണ്. അതിൽ ഒരു ഫ്രോഗ് വന്ന് ജമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പീസ് അതുപോലെ സൈലൻസ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു ജാപ്പനീസ് ട്രഡീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്ത് മോഡേൺ മെത്തേഡിലേക്ക് മാറുകയാണ്. അപ്പോൾ വന്നൊരു ചേഞ്ച്, ആ ചേഞ്ച് എങ്ങനെയാണ്, ഒരിക്കലും ഒരു ഇറിറ്റേറ്റഡ് ആയിരുന്നില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പറയുന്നുണ്ട്. അതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ സൗണ്ട് പോലെ ആകുന്നില്ല, നമുക്ക് അത്രത്തോളം നല്ല രീതിക്കാണ് ആ ഒരു സൗണ്ട് നമുക്ക് തോന്നിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഓൾഡ് ആൻഷ്യൻ പോണ്ടിനെ ട്രഡീഷൻ മെത്തേഡിൽ നിന്നുള്ള ജാപ്പനീസ് മെത്തേഡിൽ നിന്നുള്ള മോഡേൺ മെത്തേഡിലേക്കുള്ള പല തരത്തിലുള്ള ചേഞ്ചസ്, എഴുത്തിൻ്റെയും എല്ലാ കാര്യത്തിലുള്ള ചേഞ്ചസിനെ
സിംബലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾഡ് ആൻഷ്യൻ പോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സിംബലൈസ് ചെയ്യുന്നത് ബാഷോൻ്റെ മൈൻഡായിട്ടും സിംബലൈസ് ചെയ്യാം. കാരണം അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്താണ്, വളരെ പീസ്ഫുള്ളി ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ മോഡേണിസം കാര്യങ്ങളും എല്ലാം വന്നിട്ട് അത് ബ്രേക്ക് ആവുകയും അദ്ദേഹത്തിനൊരു നല്ലൊരു ഒരു ചേഞ്ച് വരികയും ചെയ്യുന്നു. ഇതാണ് ഈ പോയത്തിൻ്റെ ഒരു മീനിങ്. അതായത് ഇൻ ക്യോട്ടോയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലും പറയുന്നുണ്ട് ഒരു റിന്യൂവൽ, ഒരു റീബർത്തിൻ്റെ കാര്യം. ഇതിലും ദ ഓൾഡ് ആൻഷ്യൻ ബോണ്ടിൽ എന്താ പറയുന്നത്, ഒരു ചേഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാഷോ ഏറ്റവും കൂടുതലും ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും ട്രഡീഷണൽ ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിൽ നിന്നും മോഡേൺ റൈറ്റിംഗ് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അതിനെല്ലാം കൂടി വെച്ചിട്ട് പറയുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ 2 സിമ്പിൾസാണ് രണ്ടെണ്ണത്തിലും. ഒന്നിൽ കുക്കു, ഒന്നിൽ ആൻഷ്യൻ ബോണ്ട്. കുക്കു പറഞ്ഞു വെച്ചാൽ ഒരു ന്യൂ സീസണിൻ്റെ അറൈവൽ പറയാം, റീബർത്ത് എന്നൊക്കെ പറയാം, അതുപോലെ ലോങ്ങിങ് എന്നൊക്കെ പറയാം. രണ്ടാമതാണ് ആൻഷ്യൻ ബോണ്ട്. ആൻഷ്യൻ ബോണ്ട് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ എന്താണ് കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷനെ വെച്ച് പറയാം. ട്രഡീഷൻ ബ്രേക്ക് ചെയ്ത് മോഡേണിറ്റിക്ക് മാറുന്ന ചേഞ്ചിനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ബാഷോൻ്റെ മൈൻഡിനെ കാണിക്കുന്നതാണ്. പീസ്ഫുള്ളായി ഉണ്ടായിരുന്നൊരു, അതായത് സൈലൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു മൈൻഡിൽ പെട്ടെന്നൊരു ചേഞ്ച് വരിക, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാറി വരിക. അങ്ങനെ 2 രീതിയിലാണ് ഇവിടെ സിംബോളിസം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയുള്ളൂ ഈ ഒരു പോയം. വളരെ സിമ്പിളാണ്. ഇതിൽ ഹൈക്യൂ പോയംസിനെ കുറിച്ച് നല്ല അത്യാവശ്യം കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെ 3 ലൈൻസേ ഉള്ളുവെങ്കിലും അത്യാവശ്യം ഡീപ്പ് മീനിങ്ങിലാണ് ഓരോ ലൈൻസും പോണത്. അപ്പോൾ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയം കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.